നോക്കൂ. അത് കഴിഞ്ഞ് 1-ാം അധ്യായം കഴിഞ്ഞു. 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയ. ആ സൂറത്തുൽ ബഖറയിൽ അദ്ദേഹം ചോദിച്ചതിനുള്ള സമാധാനം, അതിനുള്ള മറുപടി വളരെ ശാന്തമായി. ഈ സൂറത്തുൽ ബഖറ മാത്രം വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ ഏതാനും വചനങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ മുമ്പിൽ, അല്ല ലോകത്തിന്റെ മുമ്പിൽ, ഈ ഖുർആനിലെ എന്തുണ്ട് ഖുർആനിൽ നന്മയായിട്ട് എന്ന് അന്വേഷിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ മുമ്പിലും ഈ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായത്തിൽ മാത്രം പറഞ്ഞ മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ, മനുഷ്യനെ നന്നാക്കുന്ന കാര്യങ്ങൾ, സഹജീവികളോട് സ്നേഹവും വാത്സല്യവും ദയവും ഉണ്ടാക്കുന്നവനായ ചിന്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണോ ഖുർആൻ പറയുന്നത്? ആലോചിക്കുക. ഖുർആൻ അവിടെ വിശ്വാസികളുടെ, ഖുർആനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഗുണമായി പറയുകയാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യമായ പല കാര്യങ്ങളും വിശ്വസിക്കുന്നവരാണ്. യുഖീമൂന സ്വലാ, അവർ നമസ്കാരം, പ്രാർത്ഥന അത് മുറ പോലെ നിർവഹിക്കുന്നവരാണ്. അത് മാത്രമല്ല, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരാണവർ. അവർ പിശുക്കന്മാരല്ല, സ്വാർത്ഥന്മാരല്ല, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവരല്ല ഖുർആനിന്റെ അനുയായികൾ. മറിച്ച് നാം നൽകിയതിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. അദ്ദേഹം പറയണം, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണോ ഇത്?